morning dear students. Good morning. Let's breakfast കഴിച്ചോ? Okay, പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? എങ്കിൽ നമുക്ക് കുറച്ച് മാത്സ് സ്റ്റഡി ചെയ്താലോ? നമ്മൾ ഏത് ചാപ്റ്റർ ആണോ മാത്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻ ചാപ്റ്റർ 8 ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇല്ലേ? അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? നമ്മൾ എന്താണ് ആൾജിബ്ര എന്ന് പഠിച്ചു. എന്താണ് ആൾജിബ്ര? അതായത് algebra is generalized arithmetic in which numbers are represented by letters known as literal numbers or simply literals. ഇത് എന്താണ്? അതായത് നമ്മൾ ഈ നമ്പേഴ്സിന് പകരം എന്താണ് ലെറ്റർ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്ന ഇതിനെയാണ് നമ്മൾ ആൾജിബ്ര അല്ലെങ്കിൽ ലിറ്ററൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്നൊക്കെ നമ്മൾ വിളിച്ചത്. പിന്നെ നമ്മൾ അതിന്റെ ഓപ്പറേഷൻസിന്റെ കാര്യം പറഞ്ഞു ഇല്ലേ? അഡീഷനില്, സബ്സ്ട്രാക്ഷനില്, മൾട്ടിപ്ലിക്കേഷനില്, ഡിവിഷനില് ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ പവർ ഓഫ് എ ലിറ്ററൽ, ഒരു ലിറ്ററലിന്റെ പവർ പഠിച്ചു. ഇപ്പൊ x3 എന്ന് പറഞ്ഞാൽ എന്താ? x into x ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി y4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? y. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസിന്റെ കുറച്ച് കാര്യങ്ങളാണ്. നോക്കിക്കേ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. അതിൽ നമ്മൾ വേരിയബിൾസിനെയും കോൺസ്റ്റന്റ്സിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്, വേരിയബിൾസിനെ കുറിച്ചും കോൺസ്റ്റന്റ്സിനെ കുറിച്ചും. ഓക്കെ, ആദ്യം എന്താണ് ഈ കോൺസ്റ്റന്റ്സ് എന്നും വേരിയബിൾസ് എന്നും നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ്? നോക്കിക്കേ. A symbol having a fixed numerical value is called a constant. അപ്പോൾ എന്താണ് ഒരു സിംബലിന് എന്താണ് ഒരു ഫിക്സഡ് ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. അങ്ങനെയുള്ള സിംബലിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. And a symbol which takes on various numerical value is known as a variable. ഒരു സിംബലിന് പലതരത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നു. അപ്പം കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉള്ളൂ. ഒരു സിംബലിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. വേരിയബിൾസ് എന്ന് വെച്ചാൽ ഒന്നിലധികം ന്യൂമറിക്കൽ വാല്യൂസ് ആ സിംബലിന് കാണും. അങ്ങനെയുള്ള സിംബൽസിനാണ് നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾസ്. The diameter d of a circle of radius r is given by the formula d is equal to 2r. ഇത് തന്നിരിക്കുന്നത് നമുക്കൊരു സർക്കിളിന്റെ കാര്യം തന്നിരിക്കുന്നു, ഒരു വൃത്തത്തിന്റെ കാര്യം തന്നിരിക്കുന്നു. നോക്കിക്കേ. ഇപ്പൊ ഒരു സർക്കിളിന്റെ എന്താണ് റേഡിയസ്, അതായത് അതിന്റെ ആ ഒരു ഡയാമീറ്റർ എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു വ്യാസം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡി. ആ വ്യാസത്തെ അല്ലെങ്കിൽ ഡയാമീറ്ററെ നമ്മൾ ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിന്റെ റേഡിയസ് ആദ്യത്തെ നമ്മൾ ആർ കൊണ്ട് സൂചിപ്പിക്കുന്നു ഒരു സർക്കിളിന്റെ. അപ്പൊ ഡയാമീറ്റർ കാണാൻ നമുക്ക് 2 into r, ആ രണ്ടിന്റെ കൂടെ നമ്മൾ അതിന്റെ ആരം, ആ സർക്കിളിന്റെ ആരത്തെ എന്തിനെ റേഡിയസിനെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തന്നിരുന്ന ഫോർമുല d is equal to 2r എന്നാണ്. അപ്പൊ ഇതില് 2 എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ആയത് അല്ലേ? 2 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. അപ്പൊ ഏതൊരു സർക്കിളിന്റെ ഈ ഒരു സർക്കിളിന്റെ വ്യാസം കാണാൻ പറഞ്ഞാലും ഈ ഒരു സർക്കിളിന്റെ വ്യാസം കാണാൻ പറഞ്ഞാലും ഈ 2 എന്ന് പറയുന്നത് അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു നമ്പർ ആണ്. 2ന്റെ കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ആരത്തെ ഇൻറ്റു ചെയ്യുന്നത്. നോക്കിക്കേ. Here 2 is a fixed number and therefore a constant, whereas a literal numbers d and r depend upon the size of the circle and therefore they may taken on various values. So d and r are variables. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞു? ഇപ്പം ചെറിയൊരു വൃത്തം ആയാലും വലിയൊരു വൃത്തം ആയാലും അതിന്റെ നമ്മൾ ഈ ഒരു ഡയാമീറ്റർ കാണാൻ 2ന്റെ കൂടെ അതിന്റെ ആരത്തെ നമ്മൾ റേഡിയസിനെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കാരണം അതിൽ ഒരേ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉള്ള അവിടുത്തെ സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പൊ അത് 2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. ഡിയും ആറും ആണ് ഇവിടെ വേരിയബിൾസ്. കാരണം എന്താണ്? ഈ വൃത്തത്തിന്റെ ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ സൈസിനനുസരിച്ച് ഡിയിലും ആറിലും വ്യത്യാസം വരാം. അപ്പൊ ചെറിയൊരു വൃത്തം സർക്കിളാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിന്റെ വ്യാസം ഡയാമീറ്റർ ചെറുതളവായിരിക്കും, അതിന്റെ ആരം ഇല്ലേ ആറും ചെറുതായിരിക്കും, അതിന്റെ റേഡിയസും ചെറിയ അളവായിരിക്കും. അപ്പൊ വലിയൊരു സർക്കിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ വ്യാസം അതായത് ഡയാമീറ്ററും വലിയ അളവായിരിക്കും, അതിന്റെ റേഡിയസും വലിയ അളവായിരിക്കും. അപ്പം ആ സർക്കിളിന്റെ ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ സൈസിനനുസരിച്ച് ഡിയും ആറും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. പല പല വാല്യൂസ് അതിന് വരാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വേരിയസ് വാല്യൂസ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമ്പിളിനെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ
പറയുന്നത്. കാരണം ആ സർക്കിളിന്റെ സൈസിനനുസരിച്ച് ഡിയിലും ആറിന്റെ അളവിന് വ്യത്യാസം വരാം. അപ്പൊ പലതരത്തിലുള്ള ന്യൂമറിക്കൽ വാല്യൂസ് ഡിയിലും ആറിനും വരും. ഇപ്പൊ ഈ തന്നേക്കുന്നതിന് ഡിയും ആറും എന്താണ്? വേരിയബിൾസും 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റുമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? Similarly, the perimeter P of a square of side is given by the formula P is equal to 4. അപ്പോൾ നമ്മളിപ്പോൾ സർക്കിളിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അതുപോലെ ഒരു സ്ക്വയർ, ഒരു ചതുരത്തിന്റെ കാര്യം അടുത്ത എക്സാമ്പിൾ ആയിട്ട് തന്നേക്കുക. P is equal to 4s. അതായത് നമ്മുടെ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിനെ, അതിന്റെ വശത്തെ നമ്മൾ 4 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇൻഡു ചെയ്യുന്നു അല്ലേ? ഗുണിക്കുന്നതാണ് ആ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയുന്നത്. അതിന്റെ വശത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4 കൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യുന്നു. അപ്പൊ ചെറിയൊരു ചതുരമായി എടുക്കുന്നെങ്കിൽ നമുക്കറിയാം എന്താ? ഇവിടുത്തെ പി, ആ ചതുരത്തിന്റെ പെരിമീറ്റർ, ചുറ്റളവും ചെറിയ അളവായിരിക്കും. അതിൽ ഓരോ വശങ്ങളുടെയും അളവും ചെറുതായിരിക്കും, എസും ചെറുതായിരിക്കും അല്ലേ? അതുപോലെ നമ്മളിപ്പോ ഇത്തിരി വലിയ അളവിലുള്ള ഒരു സ്ക്വയർ എടുക്കുന്നെങ്കിൽ അതിന്റെ പെരിമീറ്റർ, ചുറ്റളവും വലിയ അളവായിരിക്കും. അതിന്റെ സൈഡ് വശങ്ങൾക്കും എല്ലാം വലിയ അളവായിരിക്കും. അപ്പൊ ഇവിടെയും 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഏത് ഇതായാലും ഒരു സ്ക്വയറിന് 4 വശങ്ങളേ ഉള്ളൂ. അപ്പൊ 4 അവിടെ സ്ഥിരമാണ്, അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ നമ്മുടെ സ്ക്വയറിന്റെ സൈസ് വലുതാവോ ചെറുതാവോ, അപ്പൊ സൈസിനനുസരിച്ച് പിക്കും എസിനും അതിന്റെ ചുറ്റളവിനും സൈഡിനും വ്യത്യാസം വരാം. അപ്പൊ ഈ തന്നേക്കുന്നതിന് പിയും എസും എന്താണ്? വേരിയബിളും 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റുമാണ്. കാരണം കോൺസ്റ്റന്റ് എന്ന് പറയാൻ കാരണം 4 എന്ന് പറയുന്നത് ഫിക്സഡ് വാല്യൂ ആണ്, ന്യൂമറിക്കൽ ഒരേ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉള്ളൂ. ഡിയും പിയും എസും ആകുമ്പോഴത്തേക്ക് അതിന് വ്യത്യാസം വരാം. വേരിയസ് എന്താണ്? ന്യൂമറിക്കൽ വാല്യൂസ് അവിടെ വരാം. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ് എന്നും എന്താണ് വേരിയബിൾ എന്നും ക്ലിയർ ആയില്ലേ? ഓക്കെ. In some situation, literal numbers are also treated as constant. In such situation, it is presumed that the particular literal number will only take a fixed value. നമ്മൾ പറഞ്ഞു ഈ ലിറ്ററൽസ്, പിയും എസ് ലിറ്ററൽസ് ആണ് നമുക്കറിയില്ലേ? നമ്പേഴ്സിന് പകരം നമ്മൾ ലെറ്റർ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ഇവിടെ പറഞ്ഞത് ഈ ലിറ്ററൽസ് എപ്പോഴും വേരിയബിൾസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ വേരിയബിൾസ്, ഈ ലിറ്ററൽസ് എന്തായിട്ട് മാറാറുണ്ട്? കോൺസ്റ്റന്റ് ആയിട്ട് മാറാറുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ഈ നമ്മുടെ ഈ പി എസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന എന്ത് ലിറ്ററൽസ് ആയാലും അവ ഒരു വാല്യൂ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ടൈമിൽ ഈ ലിറ്ററൽസ് എന്തായിട്ട് മാറുന്നു? എന്താ? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഈ നമ്പേഴ്സ് എന്താ? കോൺസ്റ്റന്റും ഈ തന്നിരിക്കുന്ന പിയും എസും ലിറ്ററൽസ് ആണ്. കാരണം നമ്പേഴ്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഈ പിയും എസും, ലെറ്റർ ആണ് പിയും എസും. അപ്പൊ ഇവിടെ പിയും എസും എന്താണ്? ലിറ്ററൽസ് നമ്മൾ അതിനെ വിളിക്കുന്നു. ഇപ്പൊ പിയും എസും വേരിയബിൾ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ ഈ ഇക്വേഷനിൽ പിയും എസും വേരിയബിൾ ആണ്. പിന്നെ ചില സിറ്റുവേഷനിൽ ഈ പിയും എസും കോൺസ്റ്റന്റ് ആകാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ലിറ്ററൽസ് കോൺസ്റ്റന്റ് ആകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ലിറ്ററൽസ് എന്താ? ഒരു വാല്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. നോക്കിക്കേ. A combination of constants and variables connected by any one or more of the symbols plus minus into and division, ഇല്ലേ? multiplication and division is called an algebraic expression. അപ്പോൾ എന്താണ് algebraic expression എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾസ്, അതായത് ഇതേപോലുള്ള കോൺസ്റ്റന്റ്സിന്റെയും വേരിയബിൾസിന്റെയും ഒരു കോമ്പിനേഷൻ, അതായത് അതിനകത്ത് ലിറ്ററൽസും കാണും, പിന്നെ എന്ത് കാണും? നമ്പേഴ്സും കാണും അല്ലേ? ലിറ്ററൽസും നമ്പേഴ്സും ഒക്കെ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഈ വേരിയബിൾസിന്റെയും കോൺസ്റ്റന്റ്സിന്റെയും ആ ഒരു കോമ്പിനേഷനെ നമ്മൾ എന്തൊക്കെ കൊണ്ട്? പ്ലസ് അല്ലെങ്കിൽ മൈനസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ, ഈ തുടങ്ങിയ സൈൻ കൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കാണിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? എന്താ ആൾജിബ്രിക് എക്സ്പ്രഷൻ? എന്തോ ടീച്ചർ പറഞ്ഞത്? അതായത് നമ്മുടെ ഈ ഒരു വേരിയസ്, എ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾസ്, കോൺസ്റ്റന്റിന്റെയും വേരിയബിൾസിന്റെയും കോമ്പിനേഷനെ നമ്മൾ പലതരത്തിലുള്ള സിമ്പിൾസ് കൊണ്ട്, ഇല്ലേ? 1 or more, 2, എന്താ? ഏത് സിമ്പിൾ ആയാലും, പ്ലസ് ആയാലും മൈനസ് ആയാലും 1 or more ഓഫ് ദ സിമ്പിൾസ്, ഒന്നോ അതിൽ കൂടുതലോ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിരുന്നാൽ അതിൽ വേരിയബിൾസ് കാണും, കോൺസ്റ്റന്റ്സ് കാണും, അതുപോലെ തന്നെ പലതരത്തിലുള്ള സിമ്പിൾസ് കാണും. അത് ഒന്നായിരിക്കത്തില്ല, ഒന്നോ ഒന്നിൽ കൂടുതലോ സിമ്പിൾസ് അതിനകത്ത് കാണും. അപ്പൊ ആ ഒരു രീതിയിലുള്ള എഴുതുന്ന
ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, the several parts of the expression separated by the sign plus or minus are called the terms of expression. എന്താണ് ഇപ്പൊ തന്നേക്കുന്നതിൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x minus 2x plus ഇപ്പൊ ഇങ്ങനെ ടീച്ചർ ഒരു എക്സാമ്പിൾ തന്നേക്കുക. ഈ എക്സാമ്പിളിൽ x എന്ന് പറയുന്നതിനെ ഇല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈനസ് ആണ് ഇട്ടേക്കുന്നു, 2x കഴിഞ്ഞിട്ട് പ്ലസ് ഇട്ടേക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇട്ടേക്കുന്നു. അപ്പൊ ഈ തന്നേക്കുന്നതിനെല്ലാം കൂടെ നമ്മൾ ഈ മൈനസും പ്ലസും തുടങ്ങിയ സിമ്പിൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുക. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ടേംസ് ഓഫ് ദ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എന്താണ് the several parts of the expression. ഈ ഓരോ എക്സ്പ്രഷനിലെയും ഈ ഓരോ പാർട്സിനെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നു, സെപ്പറേറ്റഡ് ബൈ ദ സൈൻ പ്ലസ് ഓർ മൈനസ്. പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്ന് പറയുന്ന സൈൻ കൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുക. ഇപ്പൊ എക്സ് 2xy പ്ലസ് 8 പ്ലസ് ഇല്ല 8. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു എക്സ്പ്രഷനെ അതായത് നമ്മൾ പല ടേം ആയിട്ട് മാറ്റി പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ പല ടേം ആക്കി അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ടേംസ് ഓഫ് ദ എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. thus the expression 3x plus 5y minus 2xy has 3 terms. അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ തന്നേക്കും. ടീച്ചർ പറഞ്ഞതുപോലുള്ള ഒരു എക്സാമ്പിൾ തന്നേക്കും. എന്താണ് എക്സാമ്പിൾ നോക്കിക്കേ. 3x plus 5y minus 2xy z. അപ്പൊ നമുക്കറിയാം ഇതിൽ തന്നേക്കുന്നതിന് 3x എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭാഗമാണ്, 5y 2x y z ഇതെല്ലാം പ്രത്യേക ഭാഗങ്ങളാണ്. ഇതിലെല്ലാം നമ്മൾ പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഇല്ലേ ഓരോ എന്തുകൊണ്ട് സിമ്പിൾ കൊണ്ട് നമ്മൾ അതിനെ പല ടേം ആക്കി വിഭജിച്ചിരിക്കുക. അപ്പൊ ഇതിൽ മൊത്തം പറഞ്ഞാല് എത്ര ടേം ആണ് ഇതിൻ്റെ അകത്തുള്ളത്, 3 ടേംസ് ഉണ്ട് ഇല്ലേ. 3x പ്ലസ് 5y minus 2xy z has 3 terms. 3 terms ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? 3x എന്ന് പറയുന്ന ഒരു ടേമും 5y എന്ന് പറയുന്ന ഒരു ടേമും 2xy z എന്ന് പറയുന്ന മറ്റൊരു ടേം. അപ്പൊ ഇങ്ങനെ ഇതില് 3 ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, ആ 3 ടേംസിനെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നു, പ്ലസ് മൈനസ് എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. 5x square minus 6x cube y plus 8xy cube z minus 9. അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ എത്ര ടേം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കിക്കേ. എത്ര ടേം ഉണ്ടാകും ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ എത്ര ടേം ഉണ്ട്? എത്ര ടേം ഉണ്ട്? 4 ടേംസ് ഉണ്ട് ഇല്ലേ. എത്ര ടേം ഉണ്ട്? 4 ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? 5x square 6x cube y 8xy cube z minus 9 ഇല്ലേ. മൈനസ് അല്ല 9. ഇങ്ങനെ പറയുന്ന 4 ടേംസ് ആണ് ഇതിനകത്തുള്ളത്. ഈ 4 ടേംസിനെ നമ്മൾ മൈനസും പ്ലസും എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ആൾജിബ്രിക് എക്സ്പ്രഷന് വേരിയസ് ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് മോണോനോമിനൽസ്. ഫസ്റ്റ് മോണോമിയൽസ് നോക്കിക്കേ. മോണോമിയൽസ് എന്താന്ന് വെച്ചാല് an expression which contain only one term is known as monomial. എന്താണ്? ഒരു ടേമേ വരുന്നുള്ളൂ. ആ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ ഒരു ടേം മാത്രമേ വരുന്നുള്ളെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോണോമിയൽസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് 3x ഇതിനകത്ത് എത്ര ടേം ഉണ്ട്? ഒരു ടേമേ ഉള്ളൂ. കാരണം പ്ലസോ മൈനസോ വേറെ വല്ലതും വരുന്നുണ്ടോ? ഇല്ല. 3x എന്ന് പറയുന്ന ഒരു ടേമേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, മോണോമിയൽസ് എന്ന് പറയുന്നു. വേറെ എക്സാമ്പിൾ 5xy square. ഇതിലെന്താണ്? ഇതിലെന്താണ്? ഒരു ടേമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് അതുപോലെ തന്നെ -2a ഇതിലെന്താണ്? ഒരു ടേമേ വരുന്നുള്ളൂ അല്ലേ. അതുപോലെ തന്നെ -8. ഇത്ര എന്താണ്? ഇതിനെല്ലാം നമ്മൾ മോണോമിയൽസ് എന്നാ പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ പ്രത്യേകം അതിനെ 2-3 ടേം ഒന്നുമില്ല. ഇതിൽ ഒരൊറ്റ ടേമേ ഉള്ളൂ 3x, ഇതിൽ ഒറ്റ ടേമേ ഉള്ളൂ 5xy square, ഇതിൽ -2abc -8.
ഓക്കെ, ഇതിന് കോമയിട്ട് തന്നേക്ക് ഇത് നമ്മൾ പ്ലസോ മൈനസോ കൊണ്ട് കണക്ട് ചെയ്തേക്കുവാണോ? അല്ല, ഓരോന്നും പ്രത്യേകം കോമയിട്ട് തന്നേക്കാം. അപ്പൊ ഇതിൽ എന്താണ്? ഇത് മോണോമിയൽസ് ആണ്. ഇതിൽ ഓൺലി വൺ ടേമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ബൈനോമിയൽസ്. എന്താണ് ബൈനോമിയൽസ്? ഇനി എന്താണ് ബൈനോമിയൽസ് എന്ന് നോക്കിക്കേ. ആൻ എക്സ്പ്രഷൻ കണ്ടെയ്നിങ് ടു ടേംസ് ഈസ് കാൾഡ് എ ബൈനോമിയൽ. അതായത് ഒരു എക്സ്പ്രഷൻ തന്നിരുന്നാൽ അതിൽ രണ്ട് ടേം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബൈനോമിയൽസ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേതാ, ഇപ്പം 6 - y ഇതെന്താണ്? ഇത് ബൈനോമിയലാ. കാരണം ഇതിൽ രണ്ട് ടേം നമുക്ക് കാണാം. 6ഉം കാണാം -y ഉം കാണാം അല്ലേ? അപ്പൊ ഇതെന്താണ്? ബൈനോമിയൽസ്. അതുപോലെ തന്നെ 2x + 3y ഇതും എന്താണ്? ബൈനോമിയൽ ആണ്. കാരണം ഇതിൽ രണ്ട് ടേം ഉണ്ട്, 2x ഉണ്ട് 3y ഉണ്ട്. ഓക്കെ, അതുപോലെ x² - 5x/2z ഇതും എന്താണ്? ബൈനോമിയൽ ആണ്. കാരണം ഇതിന് രണ്ട് എക്സ്പ്രഷനെ അല്ലെങ്കിൽ രണ്ട് ടേംസേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, x² - 5x² z. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ബൈനോമിയൽസ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ നമുക്ക് രണ്ട് ടേംസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള എക്സ്പ്രഷനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബൈനോമിയൽസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ മക്കൾക്ക്? നെക്സ്റ്റ് മൂന്നാമത്തെ ഏതാണ് നോക്കിക്കേ, ട്രൈനോമിയൽസ്. എന്താണ് ട്രൈനോമിയൽസ്? TRINOMIALS. എന്താണ് ട്രൈനോമിയൽസ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ആ എക്സ്പ്രഷനിൽ മൂന്ന് ടേംസ് ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾ മോണോമിയൽസ് വന്നപ്പോൾ അതിൽ ഒരു ടേമേ നമുക്ക് കാണാൻ പറ്റും തന്നേക്കുന്ന എക്സ്പ്രഷനിൽ. ബൈനോമിയൽസ് വന്നപ്പോൾ അതിൽ രണ്ട് ടേം നമുക്ക് കാണാൻ പറ്റും. ട്രൈനോമിയൽസ് എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് ടേം, ആ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ നമുക്ക് മൂന്ന് ടേം കാണാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ 2 + x - y ഇതിൽ മൂന്ന് ടേം ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ്? 2 എന്ന് പറയുന്ന ഒരു ടേം, x എന്ന് പറയുന്ന രണ്ടാമത്തെ ടേം, -y എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം. നമുക്ക് മൂന്ന് ടേം കാണാൻ പറ്റുന്ന എക്സ്പ്രഷനാണ് നമ്മൾ ട്രൈനോമിയൽസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ a + b + c ഇതിൽ എത്രണ്ണം ഉണ്ട്? മൂന്ന് ടേംസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? a എന്ന് പറയുന്ന ഒരു ടേം, b, c. ഇതേപോലെ മൂന്ന് ടേം കാണാൻ നമ്മൾ ഒരു എക്സ്പ്രഷൻ തന്നിരുന്നാൽ അതിൽ മൂന്ന് ടേംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ട്രൈനോമിയൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x³ - y³ + z³ ഇതൊക്കെ എന്താണ്? ട്രൈനോമിയൽസ് ആണ്. കാരണം ഇതിലും മൂന്ന് ടേം ഉണ്ട്. x³ എന്ന് പറയുന്ന ഒരു ടേം, -y³ എന്ന് പറയുന്ന ഒരു ടേം, z³ എന്ന് പറയുന്നത് വേറൊരു ടേം. ഇത്തരത്തില് മൂന്ന് ടേം വരുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ട്രൈനോമിയൽസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ക്വാഡ്രിനോമിയൽസ്. എന്താണ് ക്വാഡ്രിനോമിയൽസ്? നാലാമത്തെ ഏതാണ്? ക്വാഡ്രിനോമിയൽസ്. QUADRINOMIALS ക്വാഡ്രിനോമിയൽ. ഇത് നമുക്കറിയാം എന്താണ്? ഒന്നാമത്തെ ഒരു ടേം വരുന്ന എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു, രണ്ട് ടേം വരുന്ന പറഞ്ഞു, മൂന്ന് ടേം വരുന്ന പറഞ്ഞു. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഒരു എക്സ്പ്രഷൻ തന്നിരുന്നാൽ അതിൽ 4 ടേം കാണും. അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ ക്വാഡ്രിനോമിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² + y² + z² - ഇതെന്താണ്? ഇത് ക്വാഡ്രിനോമിയൽസിന് എക്സാമ്പിൾ ആണ്. കാരണം ഇതിൽ x² എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, y² എന്ന് പറയുന്ന രണ്ടാമത്തെ ടേം ഉണ്ട്, z² എന്ന് പറയുന്ന മൂന്നാമത്തെ ടേം ഉണ്ട്, -xyz എന്ന് പറയുന്ന നാലാമത്തെ ടേം ഉണ്ട്. അപ്പൊ ഈ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ നമുക്ക് 4 ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ നമ്മൾ ക്വാഡ്രിനോമിയൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ? An expression containing 4 terms is called a quadrinomial. ഒരു എക്സ്പ്രഷനിൽ 4 ടേംസ് നമ്മൾ കാണാൻ കഴിയുന്നെങ്കിൽ അത് എന്താണ്? അത് ക്വാഡ്രിനോമിയൽസ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത നെക്സ്റ്റ് വൺ പോളിനോമിയൽസ്. എന്താണ് പോളിനോമിയൽസ്? എന്താണ് പോളിനോമിയൽസ് എന്ന് വെച്ചാൽ എന്താണ്? An expression containing 2 or more terms is known as
പോളിനോമിയൽ. അപ്പൊ രണ്ടോ അതിലധികമോ ടേംസ് വരുന്ന എക്സ്പ്രഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷന്റെ ടൈപ്പ് ആണ്, വേരിയസ് ടൈപ്പ് ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നോക്കിയത്. അതിനകത്ത് നമ്മൾ മോണോനോമിയൽസ് എന്ന് പറഞ്ഞു. മോണോനോമിയൽസ് എന്ന് വെച്ചാൽ എന്താണ്? An expression which contain only one term is known as a mononomial. ഒരു എക്സ്പ്രഷനിൽ ഒരു ടേം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, ആ എക്സ്പ്രഷനാണ് നമ്മൾ മോണോനോമിയൽസ് എന്ന് വിളിച്ചത്. നെക്സ്റ്റ് വൺ ബൈനോമിയൽസ് പറഞ്ഞു അല്ലേ. ബൈനോമിയൽസ് എന്ന് പറഞ്ഞാൽ an expression containing two terms is called a binomial. അതായത് എന്താണ്? ഒരു എക്സ്പ്രഷനിൽ നമുക്ക് രണ്ട് ടേം കാണാൻ സാധിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ബൈനോമിയൽസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ trinomials അല്ലേ. an expression containing three terms is called a trinomial. ഒരു എക്സ്പ്രഷനിൽ നമുക്ക് മൂന്ന് ടേംസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് എന്ത്? trinomials. നെക്സ്റ്റ് വൺ quadrinomials എന്ന് വെച്ചാൽ an expression containing four terms is called a quadrinomial. ഒരു എക്സ്പ്രഷനിൽ നാല് ടേംസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് വൺ polynomials എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ ടേംസ് വരുന്ന എക്സ്പ്രഷനാണ് നമ്മൾ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ്. എന്താണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്താണെന്നുള്ളത്? ഫാക്ടേഴ്സ് നോക്കിക്കേ. when two or more numbers and literals are multiplied then each one of them is called a factor of the product. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? when two or more numbers and literals are multiplied the each one of them is called a factor of the product. അതായത് നമ്മൾ രണ്ടോ അതിലധികമോ നമ്പേഴ്സ് ഇല്ലേ, നമ്പേഴ്സോ അല്ലെങ്കിൽ സംഖ്യകളോ അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററൽസോ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവയെ നമ്മൾ ഓരോന്നും എന്തെന്ന് വിളിക്കുന്നു? ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു ഫാക്ടറിന്റെ, ആ ഒരു ഘടകത്തിന്റെ അല്ലേ പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഒരു എന്താണ്? ആ ഒരു പ്രോഡക്റ്റിന്റെ ഫാക്ടർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതായത് നമ്മൾ രണ്ടോ അതിലധികമോ സംഖ്യകളോ അക്ഷരങ്ങളോ തമ്മിൽ അല്ലേ ഗുണിക്കുമ്പോൾ, അക്ഷരങ്ങൾ ഗുണിക്കുമ്പോൾ അവ ഓരോന്നും നമ്മൾ എന്ത് പറഞ്ഞാൽ ആ ഒരു ഉൽപ്പന്നത്തിന്റെ പ്രോഡക്റ്റിന്റെ ഫാക്ടറാണ്, ആ ഘടകമാണെന്നാണ് പറയുന്നത്. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? when two or more numbers and literals are multiplied then each one of them is called a factor of product. Next one, a constant factor is called a numerical factor when a literal one is known as literal factor. അപ്പോൾ നമ്മളൊരു ഈ തന്നേക്കുന്നതിൽ നമ്മൾ കോൺസ്റ്റന്റിനെ നമ്മൾ കോൺസ്റ്റന്റ് ഫാക്ടർ എന്നും ലിറ്ററലിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലിറ്ററൽ ഫാക്ടർ എന്നും വിളിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ഫാക്ടർ എന്നും, ലിറ്ററൽ അറിയാമല്ലോ നമ്മൾ നമ്പറിന് പകരം എന്താണ് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനെ ആ ലിറ്ററൽ ഫാക്ടർ നമ്മൾ ലിറ്ററൽ ഫാക്ടർ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ കണ്ടു. In 5x square y we have 5 as the numerical factor whereas x square and y are the literal factor. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അക്ഷരങ്ങളും എന്താണ് ലെറ്ററും നമ്പേഴ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവയെ നമ്മൾ ഓരോന്നിൻ്റെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ലിറ്ററൽ ഫാക്ടേഴ്സും ഉണ്ട് ന്യൂമറിക്കൽ ഫാക്ടേഴ്സും ഉണ്ട് ഇല്ലേ. കോൺസ്റ്റന്റ് ഫാക്ടർ ഉണ്ട്. കോൺസ്റ്റന്റ് ഫാക്ടറിനെ നമ്മൾ ന്യൂമറിക്കൽ ഫാക്ടർ എന്നും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ലിറ്ററൽ നമ്പർ അതിന്റെ ലിറ്ററലിന്റെ ഫാക്ടേഴ്സ് നമ്മൾ ലിറ്ററൽ ഫാക്ടേഴ്സ് എന്നും വിളിക്കുന്നു. അപ്പൊ ഈ തന്നേക്കുന്ന ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 5x square y എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുക. ഇതിൽ 5 ആണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റന്റ്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ 5നെ നമ്മൾ ന്യൂമറിക്കൽ ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഇവിടെ x സ്ക്വയറും അതുപോലെ തന്നെ പിന്നെന്താണ് നമ്മുടെ വൈയും. ഈ x സ്ക്വയർ y എന്ന് പറയുന്നത് എന്താണ്? ലിറ്ററൽ ഫാക്ടേഴ്സ് ആണ്. എന്താണ്? ലിറ്ററൽ ഫാക്ടേഴ്സ്. അപ്പൊ ഈ തന്നേക്കുന്ന ഇങ്ങനൊരു എക്സ്പ്രഷൻ തന്നിട്ട് ഇതിലെ ന്യൂമറിക്കൽ ഫാക്ടറും ലിറ്ററൽ ഫാക്ടറും എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ തന്നേക്കുന്ന നമ്പർ ആയിരിക്കും അവിടുത്തെ ന്യൂമറിക്കൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റിന്റെ ആ ഫാക്ടർ ആയിരിക്കും ന്യൂമറിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. ആ തന്നേക്കുന്ന ലിറ്ററൽ ആയിരിക്കും അവിടുത്തെ ലിറ്ററൽ ഫാക്ടേഴ്സ്. അപ്പൊ ഈ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ 5 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഫാക്ടറും x സ്ക്വയർ y എന്ന് പറയുന്നത് ലിറ്ററൽ ഫാക്ടറും ആണ്. ഓക്കെ, അതുപോലെ -xy എന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്നതിൽ ഇവിടുത്തെ ന്യൂമറിക്കൽ ഫാക്ടർ എന്ന് വെച്ചാൽ 1 ആണ്. കാരണം ഒരു 1 ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ 1 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഫാക്ടറും -xy എന്ന് പറഞ്ഞാൽ എന്താണത്? ലിറ്ററൽ ഫാക്ടറുമാണ്. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് ക്ലിയർ ആയേ? ഇനി നമ്മൾ നോക്കുന്നത് കോഎഫിഷ്യൻസ്. എന്താണ് കോഎഫിഷ്യൻസ്? നോക്കിക്കേ, കോഎഫിഷ്യൻസ് എന്താണ്? കോഎഫിഷ്യൻസ് എന്ന് നോക്കാം.
numbers are literals, any of the factor is called the coefficient of the product of other factors. അതായത് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ ഗുണഫലങ്ങൾ അല്ലേ. അതായത് നമ്മുടെ ഈ നമ്പേഴ്സിന്റെയും അതുപോലെ തന്നെ ലെറ്റേഴ്സിന്റെയും ഒരു എന്താണ് പ്രോഡക്റ്റിന്റെ ഏതെങ്കിലും ഫാക്ടേഴ്സിനെ നമ്മൾ മറ്റ് എന്താണ് ഫാക്ടേഴ്സിന്റെ കോഎഫിഷ്യന്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പം 5 ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലാക്കും. 5xy എന്ന് പറഞ്ഞ് നമുക്കൊരു എക്സ്പ്രഷൻ തന്നേക്കുക. ഇതിൽ കോഎഫിഷ്യന്റ് ഓഫ് y എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 5x ആയിരിക്കും. വൈയുടെ കോഎഫിഷ്യന്റ് എഴുതാൻ പറഞ്ഞാൽ y അല്ലാതെ ബാക്കി കിടക്കുന്ന ഏതാണ് ലെറ്റർ ആണോ നമ്പർ എന്താന്ന് വെച്ചാൽ അതായിരിക്കും വൈയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ വൈയുടെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 5x ആണ് വൈയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതാൻ പറഞ്ഞാൽ എക്സ് ഇല്ലാതെ ബാക്കി രണ്ട് 5y. അപ്പം എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5y-യും വൈയുടെ കോഎഫിഷ്യന്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തുമായിരിക്കും? 5x ആണ്. അപ്പൊ അതായത് ഏതെങ്കിലും ഇല്ലേ നമ്പറിന്റെയോ ലെറ്ററിന്റെ ആ ഒരു പ്രോഡക്റ്റ് അതിന്റെ ഉൽപ്പന്നമായിരിക്കും മറ്റൊരു എന്താണ് ഫാക്ടറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ 5y-യുടെ പ്രോഡക്റ്റ് ആയിരിക്കും എക്സിന്റെ കോഎഫിഷ്യന്റ്. അതായത് 5-നെ നമ്മൾ y കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. വൈയുടെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്ത് പറയണം? 5-നെ നമ്മൾ x കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഒരു നമ്പറിന്റെയോ ലെറ്ററിന്റെയോ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ മറ്റൊരു സംഖ്യയുടെ എന്തായിരിക്കും? മറ്റൊരു നമ്പറിന്റെ അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇത്രയും മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. അതായത് നെക്സ്റ്റ് വൺ -7xy². അപ്പൊ ഈ തന്നേക്കുന്നതിന് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇല്ലാതെ ബാക്കി രണ്ടും ഇല്ലേ -7y². അതായിരിക്കും എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് y². y²ന്റെ കോഎഫിഷ്യന്റ് വെച്ചാൽ എന്തായിരിക്കും? -7x ആയിരിക്കും അല്ലേ. നോക്കിക്കേ, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ -y² ആണ്. y²ന്റെ കോഎഫിഷ്യന്റ് വെച്ചാൽ -7x ആണ്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ ഈ രണ്ട് ഇതിന്റെയും ഫാക്ടറിന്റെ അല്ലേ പ്രോഡക്റ്റ്, ഈ ഫാക്ടറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. y²ന്റെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ -7xന്റെ ഫാക്ടറിന്റെ ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കോഎഫിഷ്യന്റ് മനസ്സിലായേ? നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് കോൺസ്റ്റന്റ് ടേം. എന്താണ് കോൺസ്റ്റന്റ് ടേം? എന്താണ് കോൺസ്റ്റന്റ് ടേം? നോക്കിക്കേ, എ ടേം ഓഫ് ദ എക്സ്പ്രഷൻ ഹാവിംഗ് നോ ലിറ്ററൽ ഫാക്ടർ ഈസ് കാൾഡ് എ കോൺസ്റ്റന്റ് ടേം. അതായത് നമുക്കൊരു എക്സ്പ്രഷൻ തന്നിരുന്നാൽ അതിൽ ലിറ്ററൽസ് ഇല്ലാതെ വരുന്ന ആ ഒരു എന്താണ് ആ ലിറ്ററൽസ് ഇല്ലാതെ വരുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത്. ലിറ്ററൽസ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം കോൺസ്റ്റന്റ് എന്താണെന്ന് നമുക്കറിയാം. ഓരോ എക്സ്പ്രഷനുള്ള ടേം എന്തുവാണെന്ന് നമുക്കിപ്പം അറിയാം. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നിരുന്നാല് അതിൻ്റെ അകത്ത് ലിറ്ററൽസ് ഇല്ലാതെ വരുന്ന ടേമിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ടേം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആണ്. നോക്കിക്കേ, 3x + 5. ഇതിൽ ഏതാണ് കോൺസ്റ്റന്റ് ടേം എന്ന് വെച്ചാൽ ഏതാണ്? 5 ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് ടേം എന്ന് വെച്ചാൽ ലിറ്ററൽസ് ഇല്ലാതെ വരുന്ന ടേം ആണ്. ലിറ്ററൽസ് എന്ന് വെച്ചാൽ നമുക്കറിയാം x, y, z, abc അങ്ങനെ ലെറ്റർ വരുന്നതാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ലിറ്ററൽസ് ഇല്ലാതെ വരുന്ന ടേം ആയിരിക്കും എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ x² + y², x² + y² -4y. അപ്പൊ ഇതിലേതായിരിക്കും കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തന്നെ ഇതിലേതായിരിക്കും കോൺസ്റ്റന്റ് ടേം? 4/5 ആയിരിക്കും അല്ലേ. -4/5 ആയിരിക്കും ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ലിറ്ററൽസ് ഇല്ലാതെ വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ. ഈ ടേമിലാണ് ലിറ്ററൽസ് ഇല്ലാതെ വരുന്നത്. അപ്പൊ ഈ ഒരു ടേമിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ടേം എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റന്റ് ടേം എന്താണെന്ന് ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ലൈക്ക് ടേമും എന്താണ് അൺലൈക്ക് ടേംസും. എന്താണ് ലൈക്ക് ടേംസ്, എന്താണ് അൺലൈക്ക് ടേംസ്? ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും. Okay, like terms എന്താന്ന് നോക്കിക്കേ. The terms having the same literal factors are called like or similar terms. അതായത് നമുക്ക് തന്നേക്കുന്ന ഒരു എക്സ്പ്രഷനിൽ
എന്താണ് ലിറ്ററൽ ഫാക്ടേഴ്സ് സെയിം ആണെങ്കിൽ, ആ തന്നേക്കുന്ന ടേംസിലെല്ലാം ലിറ്ററൽ ഫാക്ടേഴ്സ് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ലൈക്ക് ടേംസ് അല്ലെങ്കിൽ സിമിലർ ടേംസ് എന്ന് പറയുന്നത്. എന്താണ് ആ ടേംസിനെല്ലാം സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള എന്തായിരിക്കും ലിറ്ററൽസ് ആയിരിക്കും. അൺലൈക്ക് ടേംസ് എന്ന് വെച്ചാൽ the terms not having the same literal factors are called unlike or dissimilar terms. അതായത് നമുക്ക് തന്നേക്കുന്ന ടേംസിൽ സെയിം ആയിട്ടുള്ള ലിറ്ററൽസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടേമിനെ നമ്മൾ അൺലൈക്ക് ടേംസ് അല്ലെങ്കിൽ ഡിസിമിലർ ടേം എന്ന് വിളിക്കുന്നു. അപ്പൊ ലൈക്ക് ടേം എന്ന് വെച്ചാൽ എന്തായിരിക്കും സെയിം ആയിട്ടുള്ള ലിറ്ററൽസ് ആയിരിക്കും. അൺലൈക്ക് ടേം എന്ന് വെച്ചാൽ അങ്ങനെ സെയിം ആയിട്ടുള്ള ലിറ്ററൽസ് ആയിരിക്കില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ 6x² plus 5xy square minus 8xy minus 7y(x²). ഇങ്ങനെ എക്സ്പ്രഷൻ നമുക്ക് തന്നേക്കുന്നു. അപ്പൊ ഇതില് ലൈക്ക് ടേംസ് ഏതൊക്കെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞു തന്നെ? ലൈക്ക് ടേംസ് ഏതൊക്കെയാണ്? 6x²y minus 7y(x² ആണ് ലൈക്ക് ടേം എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ എന്താണ് ലിറ്ററൽസ് സെയിം ആണ് അല്ലേ? ഇവിടെ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഇവിടെ y ഉണ്ട്. അപ്പൊ ഈ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ 6x²y minus 7y(x² ആണ് ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടുത്തെ അൺലൈക്ക് ടേംസ് ഏതൊക്കെയായിരിക്കും? 5x²y minus 8xy അൺലൈക്ക് ടേം ആണ്. അപ്പൊ ഈ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ 6x²y minus 6y(x² ആണ് ലൈക്ക് ടേം എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ലിറ്ററൽസ് രണ്ടും സെയിം ആണ്. ഇവിടെയും x² ഉണ്ട്, ഇവിടെയും x² ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. ഈ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ 5xy² minus 8xy എന്ന് പറഞ്ഞാൽ എന്താണ് അൺലൈക്ക് ടേം ആണ്. കാരണം ഇവിടെ xy² ഉണ്ട്, ഇവിടെ xy മാത്രമേ ഉള്ളൂ. സെയിം ആയിട്ടുള്ള ലിറ്ററൽസ് അല്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് വൺ നോക്കിക്കേ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. 3y² minus 5y² 8y. ഇതെല്ലാം എന്താണ് ലൈക്ക് ടേംസ് ആ. കാരണം ഇവിടെ എല്ലാം സെയിം ആയിട്ടുള്ള എന്തുണ്ട് ലിറ്ററൽസ് ഉണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ 5xy² 5x²y. ഇത് ലൈക്ക് ടേം ആണോ അൺലൈക്ക് ടേം ആണോ നിങ്ങൾ പറ. 5xy² 5x²y ഇത് ലൈക്ക് ടേം ആയിരിക്കും അൺലൈക്ക് ടേം ആയിരിക്കും? എന്തായിരിക്കും? അൺലൈക്ക് ടേം ആ. കാരണം എന്താ ഇവിടുത്തെ ലിറ്ററൽസ് നോക്കാമെങ്കിൽ സെയിം അല്ല. ഇവിടെ xy² ആണ്, ഇവിടെ x² y ആണ്. ലിറ്ററൽസ് രണ്ട് സെയിം അല്ലാത്തത് ഇത് എന്താണ് അൺലൈക്ക് ടേം അല്ലെങ്കിൽ ഡിസിമിലർ ടേം. അപ്പൊ ലൈക്ക് ടേമും അൺലൈക്ക് ടേമും മനസ്സിലായേക്കാണ്. എന്ന് വെച്ചാൽ ലൈക്ക് ടേം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയേക്കുന്ന എക്സ്പ്രഷനിൽ എന്തായിരിക്കും ഓരോ ടേമിലെയും ലിറ്ററൽസ് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ടേം ആയിരിക്കും ലൈക്ക് ടേം എന്ന് പറയുന്നത്. അത്തരത്തില് തന്നേക്കുന്ന എന്താ ടേമില് നമ്മുടെ ലിറ്ററൽസ് സെയിം അല്ലെങ്കിൽ അതിനെ നമ്മൾ അൺലൈക്ക് ടേം എന്നും വിളിക്കുന്നു. ഇത്രയും ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ആൻ ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഇനി ഒരു ആൽജിബ്രിക് എക്സ്പ്രഷന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, നോക്കിക്കേ. If the values of all literal numbers appearing in a given expression are known or replacing these literal by their numerical values, we obtain an arithmetic expression which can be evaluated. ഇപ്പൊ എന്തുവാ ചെയ്യുന്നത് നമ്മള്? ഒന്നുമില്ല, നമ്മുടെ ഈ വാല്യൂസ് ആ ലിറ്ററൽ നമ്പേഴ്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ, ആൽജിബ്രിക് എക്സ്പ്രഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോ ലിറ്ററൽസ് തന്നിരിക്കും. 5x എന്ന് തന്നിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഈ എക്സിന് പകരം കുറച്ച് വാല്യൂസ് തരും. -3y -3z ഇങ്ങനെ തന്നേക്കുവാണെങ്കിൽ നമുക്ക് എക്സിനും വൈക്കും ഇസഡിനും ഓരോ വാല്യൂസ് തരും. ഈ തന്നേക്കുന്ന ലിറ്ററൽസിൽ ഇപ്പം x = 1, y = 2, z = 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ എക്സ്പ്രഷനിൽ നമ്മൾ ഈ എക്സിനും വൈക്കും ഇസഡിനും തന്നേക്കുന്ന വാല്യൂ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ ഈ x മാറ്റിട്ട് ഇവിടെ 1 ആക്കി കൊടുത്താൽ മതി, y മാറ്റിട്ട് ഇവിടെ 2 ആക്കി കൊടുത്താൽ മതി, z മാറ്റിട്ട് ഇവിടെ 3 ആക്കി കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും അതിന്റെ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യാനുള്ളതാണ്. ഇത് ഇൻറ്റു ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ലിറ്ററൽസിന് പകരം വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു തന്നേക്കുന്നതിന്റെ എന്താ അതിന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി the process of replacing the literals by their numerical values is called substitution. അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്? substitution. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. കാരണം
ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ആ ഒരു പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പകരം വയ്ക്കൽ അല്ലേ. എന്താണ്? ദ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് ദ ലിറ്ററൽസ് ബൈ ദെയർ ന്യൂമറിക്കൽ വാല്യൂസ്. ആ ഒരു ലിറ്ററൽസ് മാറ്റി അവിടെ നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ റീപ്ലേസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ത് വിളിക്കുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ. ദ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് ദ ലിറ്ററൽസ് ബൈ ദെയർ ന്യൂമറിക്കൽ വാല്യൂസ് ഈസ് കാൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആ ലിറ്ററൽസ് മാറ്റി ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ എക്സ് മാറ്റി എക്സിന് പകരം നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1 എന്ന് പറയുന്ന വാല്യൂ കൂടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നു. നോക്കിക്കേ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് മൈനസ് 3xy z എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നേക്കുവാ ക്വസ്റ്റ്യനിൽ. എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എക്സിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 1, വൈയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു -2, ഇസഡിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 3. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ഇങ്ങനെ എക്സിനും വൈക്കും ഇസഡിനും ഓരോ വാല്യൂസും തന്നേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സ് മാറ്റിയിട്ട് അവിടെ എക്സിന്റെ വാല്യൂ ഏതാണോ അത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ എക്സിന് പകരം നമ്മളിവിടെ 1ന്റെ ക്യൂബ് പ്ലസ് വൈയുടെ വാല്യൂ എത്ര? -2. അപ്പൊ -2ന്റെ ക്യൂബ് പ്ലസ് ഇസഡിന്റെ വാല്യൂ 3. അപ്പൊ 3ന്റെ ക്യൂബ് മൈനസ് ഈ 3 ഇൻറ്റു എക്സിന് പകരം 1, വൈക്ക് പകരം -2, 3ക്ക് പകരം ഇസഡ്. കണ്ടോ? ആ ഓരോ തന്നേക്കുന്ന എക്സ് ആണെങ്കിൽ എക്സിന് പകരം തന്നേക്കുന്ന വാല്യൂ ഏതാണോ അത് ഇട്ട് കൊടുക്കുക. വൈ ആണെങ്കിൽ വൈക്ക് പകരം തന്നേക്കുന്ന വാല്യൂ ഏതാണോ അത് ഇട്ട് കൊടുക്കുക. ഇസഡ് ആണെങ്കിൽ ഇസഡിന് പകരം തന്നേക്കുന്ന വാല്യൂ ഏതാണോ അത് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ ആദ്യം നമ്മൾ ഇതിനെ അങ്ങ് മാറ്റണം. വാല്യൂസ് ഇങ്ങോട്ട് ലിറ്ററൽസ് മാറ്റി ന്യൂമറിക്കൽ വാല്യൂ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ നമുക്കിനി 1ന്റെ ക്യൂബ് 1 ആണെന്നറിയാം. പോസിറ്റീവ് നെഗറ്റീവും നെഗറ്റീവ് ആണ്. 2ന്റെ ക്യൂബ് 2നെ എന്ത് ചെയ്താൽ മതി? 3 വട്ടം ഇൻഡ് ചെയ്യുക. നമുക്ക് 8 എന്ന് കിട്ടും അല്ലേ? -8. ഇനി പ്ലസ് അതുപോലെ ഇട്ട് പിന്നെ എന്താണ് 3 എന്ത് ചെയ്താൽ മതി? 3 വട്ടം ഇൻഡ് ചെയ്ത് നോക്കാം. അപ്പം 27. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നമ്മൾ 3നെ എത്ര പ്രാവശ്യം? 1 കൊണ്ട് ഇൻഡ് ചെയ്യുക. അതുപോലെ തന്നെ -2 കൊണ്ട് ഇൻഡ് ചെയ്യുക. ഇസഡിന് പകരം നമ്മൾ എത്ര വാല്യൂ എടുത്താൽ? 3. അപ്പം 3 അതുപോലെ ഇപ്പം 3 × 1 3, അതിൻ്റെ കൂടെ 3 × -2 അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇൻറ്റു നമുക്ക് ഈ മൈനസ് കൂടെ എന്തായിട്ട് പോകുന്നു? പ്ലസ് ആയിട്ട് മാറുന്നു. 18 ആണ് ആൻസർ. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഒന്നൊന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 38 എന്ന് ആൻസർ കിട്ടും. അല്ല, എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി? ആദ്യം നമ്മൾ വാല്യൂസ് തന്നേക്കുന്ന ലിറ്ററൽസ് മാറ്റി അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ഏതാണോ അത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. -2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -8 ആയിരിക്കും. പ്ലസ് 3യുടെ ക്യൂബ് 27. ഇനി ഈ മൈനസ് അതുപോലെ നോക്കിയാൽ 3 × 1 3 ആണ്. 3 × -2 എത്രയാണ്? -6. ഇനി ആ -6ഉം × 3 എത്ര ആയിരിക്കും? -18. അപ്പൊ ആ -18 ഈ മൈനസ് കൂടെ വരുമ്പോൾ അവിടെ +18 ആയിട്ട് മാറും. ഇനി നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ മതി. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കേ, 3xy raised to 4 minus 15x² plus 4z. ഇവിടെ നമുക്ക് എക്സിനും വൈക്കും ഇസഡിനും വാല്യൂ തന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ വാല്യൂ തന്നിരിക്കുന്നു. x is equal to 1, y is equal to -2, z is equal to 3. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ലിറ്ററൽസ് മാറ്റി അവിടെ വാല്യൂസ് റീപ്ലേസ് ചെയ്താൽ മതി. 3 × x ന് പകരം 1, y-ക്ക് -2 raised to 4. ഈ മൈനസ് അതുപോലെ ഇട്ട് 15 നമ്മൾ അതുപോലെ എഴുതി. x² എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? × 1ന്റെ സ്ക്വയർ. y എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? × -2 പ്ലസ് 4 × z-ന്റെ വാല്യൂ 3. നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൽ മതി. ഓക്കെ, നോക്കിക്കേ, 3 × 1
3 ആണ്. അപ്പൊ ഇത് -2നെ നമ്മൾ 4 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. അല്ല, -2 നമ്മൾ 4 വട്ടം എന്ത് ചെയ്യുന്നു? ഇൻഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? 3 × 1 ഇത് എത്ര ആയിരിക്കും? × 60 + 30 + 12. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നമുക്ക് കിട്ടുന്നത് 48 + 30 + 12 = 9. ഓക്കെ, ബാക്കി മൈനസും പ്ലസും അഡീഷനും ഒക്കെ നമുക്ക് അറിയാം അല്ലേ? അതുപോലെ തന്നെ ഈ നമ്മൾ വാല്യൂ ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇത് മനസ്സിലായത് നോക്കിക്കേ. എക്സാമ്പിൾ 2, ഐഡന്റിഫൈ മോണോമിയൽസ്, ബൈനോമിയൽസ് ആൻഡ് ട്രൈനോമിയൽസ് ഫ്രം ദ ഫോളോയിങ് എക്സ്പ്രഷൻ. നമുക്ക് കുറച്ച് എക്സ്പ്രഷൻ തന്നിരിക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ബൈനോമിയൽസ് ഏതാണ് തന്നിരിക്കുന്നത്, ട്രൈനോമിയൽസ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കിക്കേ, -3xy. ഇത് നിങ്ങൾ പറയണം, ഇത് എന്താണ്? ബൈനോമിയൽ ആണോ മോണോമിയൽ ആണോ? എന്താണ് ഇതെന്താ? മോണോമിയൽ ആണല്ലേ, കാരണം ഇവിടെ എന്താണ്? ഒരു ടേം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, 4x² yz + 9 - 5x3. ഇതെന്തായിരിക്കും? ഇതെന്താ? ഈ എക്സ്പ്രഷൻ എന്താണ്? എന്താ, ബൈനോമിയൽ ആണോ അതോ ഇനി ട്രൈനോമിയൽ ആണോ മോണോമിയൽ? എന്താ ഇത്? ഇത് ട്രൈനോമിയൽ ആണ്, കാരണം 3 ടേം ഉണ്ട്. 4x² yz എന്ന് പറയുന്ന ഒരു ടേം, 9 എന്ന് പറയുന്നത് വേറൊരു ടേം, -5x³ എന്ന് പറയുന്നത് മറ്റൊരു ടേം. അപ്പൊ ഇത് എന്താണ്? ഇത് ട്രൈനോമിയൽ ആണ്. അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ, -7. ഇത് എന്താണ്? മോണോമിയൽ ആണ്, കാരണം എന്താ വെച്ചാൽ ഒരു ടേം മാത്രമേ, -7 എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നെക്സ്റ്റ് നാലാമത്തെ എക്സാമ്പിൾ നോക്ക്, x² + y² + z² - p². ഇത് എന്തുമായിരിക്കും? ഇത് ക്വാഡ്രിനോമിയൽസ് ആയിരിക്കും അല്ലേ? ക്വാഡ്രിനോമിയൽസ് ആണെന്ന് പറയാൻ കാരണം എന്താ? ഇതില് 4 ടേം ഉണ്ട്. x² എന്ന് പറയുന്ന ഒരു ടേം, y² എന്ന് പറയുന്ന ഒരു ടേം, z² എന്ന് പറയുന്ന ഒരു ടേം, -p² എന്ന് പറയുന്ന നാലാമത്തെ ടേം. ഇതെന്താണ്? ഇത് ക്വാഡ്രിനോമിയൽസ് ആണ്. നെക്സ്റ്റ് വൺ, x + 5. ഇതെന്താണ്? ഇത് ബൈനോമിയൽസ് ആണ്, കാരണം ഇതിൽ 2 ടേമേ ഉള്ളൂ, x ഉം 5 ഉം. നെക്സ്റ്റ് വൺ, 6a³ b. ഇതും എന്താണ്? ഇതും ഏതന്നെയായിരിക്കും? നമ്മുടെ മോണോമിയൽസ് തന്നെയാണ്, കാരണം എന്താണ്? ഇതിലും ഒരൊറ്റ ടേമേ ഉള്ളൂ, 6a³ b. ഇപ്പൊ ഫസ്റ്റ് എടുക്കുന്നത് ഏതാ? നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം, ബുക്കിൽ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വൺ, റൈറ്റ് ഡൗൺ ദ കോഎഫിഷ്യന്റ്. അതായത് നമുക്ക് തന്നേക്കുന്നതിനകത്തുള്ള കോഎഫിഷ്യന്റ് എഴുതണം. നോക്കിക്കേ, ഫസ്റ്റ് വൺ, x in 9xy. അതായത് 9xy-ല് x ന്റെ കോഎഫിഷ്യന്റ് ഏതായിരിക്കും? നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു കോഎഫിഷ്യന്റ് ഒക്കെ ചെയ്യാനില്ലേ? അപ്പൊ ഈ 9xy എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ x ന്റെ കോഎഫിഷ്യന്റ് ഏതായിരിക്കും? എത്ര ആയിരിക്കും? 9y ആയിരിക്കും ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇതാണ് 9y. നെക്സ്റ്റ്, a in -7 abc. അതായത് ഇതിലെ എയുടെ കോഎഫിഷ്യന്റ് ചോദിച്ചേക്കുക. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ എയുടെ കോഎഫിഷ്യന്റ് എത്രയാണെന്ന് നമ്മൾ എഴുതണം. എത്ര ആയിരിക്കും എയുടെ കോഎഫിഷ്യന്റ്? എത്ര ആയിരിക്കും? -7 bc അല്ലേ? എ ഒഴികെ ബാക്കിയല്ല -7 bc ആണ് ഇതിലെ എയുടെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -7 bc. നെക്സ്റ്റ് വൺ, xyz in -xyz. അതായത് ഈ xyz -xyz-ല് xyz ന്റെ കോഎഫിഷ്യന്റ് വെച്ചാൽ എത്ര ആയിരിക്കും? നമുക്ക് ആൻസർ -1 ആയിരിക്കും. ഓക്കെ, അതായത് -xyz-ല് xyz ന്റെ കോഎഫിഷ്യന്റ് വെച്ചാൽ അതിന്റെ ആൻസർ -1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, b in -ab. അതായത് -abc-ല് b യുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? നമ്മൾ എങ്ങനെ എഴുതാം? -abc-ല് b യുടെ കോഎഫിഷ്യന്റ് വെച്ചാൽ ആൻസർ -1
എ സി ആർ. കാരണം ബി ഒഴികെ ബാക്കി മൈനസ് എയും സിയും. അപ്പൊ ഈ ഒരു രീതിയിലാണ് കോഎഫിഷ്യന്റ് നമ്മൾ ഇടുന്നത്. ഇനി അടുത്ത കണ്ടോ നിങ്ങൾ താഴെ എക്സസൈസ് 8B ആ എക്സസൈസ് 8B എല്ലാ ക്വസ്റ്റിനും, അതായത് 1 മുതൽ 7 വരെയുള്ള 1 എല്ലാ ക്വസ്റ്റിനും ചെയ്യുക, 2 എല്ലാ ക്വസ്റ്റിനും ചെയ്യാം, 3 എല്ലാ ക്വസ്റ്റിനും ചെയ്യാം, 4 എല്ലാ ക്വസ്റ്റിനും ചെയ്യുക, 5 ചെയ്യാം, 6 എല്ലാ ക്വസ്റ്റിനും എഴുതണം, 7 എല്ലാ ക്വസ്റ്റിനും ചെയ്യുക. 1 മുതൽ 7 വരെയുള്ള ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ചെയ്ത് എനിക്ക് അയച്ചു തരിക. നിങ്ങൾ ഇതിൽ കിടക്കുന്ന ബാക്കി നമുക്ക് എക്സാമ്പിൾ തന്നേക്കുന്ന ആയാലും ബാക്കി ഹോംവർക്ക് കിടക്കുന്ന ക്വസ്റ്റ്യൻ കിടക്കുന്ന ആയാലും നിങ്ങൾ എത്രമാത്രം ചെയ്ത് പഠിക്കുക അത്രമാത്രം ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നിങ്ങൾ ഹോംവർക്ക് ടീച്ചറിന് അയച്ചു തരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബൈനോമിയൽസ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ് അതെന്താണ്, ഓരോ സെന്റൻസ് പഠിച്ചല്ലോ. എ സിമ്പിൾ ഹാവിംഗ് എ ഫിക്സഡ് ന്യൂമറിക്കൽ വാല്യൂ ഈസ് കാൾഡ് എ കോൺസ്റ്റന്റ്. അപ്പം എന്താണ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അത് എഴുതാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. എന്താണ് വേരിയബിൾസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതാൻ നമുക്ക് അറിയണം. എ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾസ് കണക്റ്റഡ് ബൈ എനി വൺ ഓർ മോർ ഓഫ് ദ സിമ്പിൾസ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് എന്താണ് ഡിവിഷൻ ഈസ് കാൾഡ് ആൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നിങ്ങൾ എഴുതണം. പിന്നെ മോണോനോമിയൽസ് എന്താണ്, ബയോനോമിയൽസ് എന്താണ്, പോളിനോമിയൽസ്, ഫാക്ടർ എന്താണ്, കോഎഫിഷ്യന്റ് എന്താണ്, കോൺസ്റ്റന്റ് ടേം എന്താണ്, ലൈക്ക് ടേം അൺലൈക്ക് ടേം എന്താണ്, ഇതൊക്കെ ചോദിച്ചാൽ ആ ഓരോ സെന്റൻസ് എഴുതാൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതെല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. മാത്സ് നമുക്ക് തന്നിരിക്കുന്ന ഹോംവർക്കും ഇതിലുള്ള പ്രോബ്ലംസ് എക്സാമ്പിൾസും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഓരോന്നിന്റെ ആ ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾ ടീച്ചറിന് പറഞ്ഞു തരണം. നിങ്ങൾ പഠിക്കുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ടേക്കുക. അപ്പോൾ ഹോംവർക്ക് അന്ന് ചെയ്തിട്ട് അത് ടീച്ചറിന് സെൻഡ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ഓക്കെ, നമ്മൾ ക്ലാസ് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Good morning dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് ഹിന്ദി പഠിച്ചാലോ? കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയായിരുന്നു അല്ലേ? എന്താണ് ഈ ചാപ്റ്ററിന്റെ പേര്? യാത്ര കാ വികാസ് ഓർ സുവിധായാം. ഇതില് നമ്മൾ എന്തുവരെ പഠിച്ചു? അഭ്യാസത്തിൽ ശബ്ദാർത്ഥ് വരെ പഠിച്ചായിരുന്നു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ ശബ്ദാർത്ഥ്? ഇന്ന് നമുക്ക് ആ ചാപ്റ്ററിലെ അഭ്യാസത്തില് ഉൾട്ടെ അർത്ഥ വാലെ പഠിക്കാം. ഉൾട്ടെ അർത്ഥ വാലെ വിപരീത പദങ്ങളാണ് ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കേ. വിശാൽ, സിമിത്. വിശാൽ, സിമിത്. വിശാൽ എന്ന് വെച്ചാൽ എന്താണ്? വലിയ വിശാലമായിട്ടുള്ള അല്ലേ? വിശാൽ എന്ന് വെച്ചാൽ എന്താ? വിശാലമായിട്ടുള്ളത്. സിമിത് എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റഡ്, പരിമിതമായിട്ടുള്ളത് അല്ലേ? വിശാൽ എന്ന് വെച്ചാൽ എന്താ? വിശാലമായിട്ടുള്ള വലിയത് അല്ലേ? എന്നാ സിമിത് എന്ന് വെച്ചാൽ എന്താ? പരിമിതമായിട്ടുള്ളത്. ആസാൻ, ആസാൻ എന്ന് വെച്ചാൽ എന്താ? എളുപ്പം. ആസാൻ എന്ന് വെച്ചാൽ എന്താ? എളുപ്പം. ആസാന്റെ വിപരീത പദം എന്താണ്? കഠിൻ. എന്താണ്? കഠിൻ എന്ന് വെച്ചാൽ എന്താ? കഠിനമുള്ളത്, ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ വിശാൽ എന്ന് വെച്ചാൽ എന്താ? വലുത് എന്ന് വെച്ചാൽ എന്താ? വിശാലമായിട്ടുള്ളത് അല്ലേ? വിശാൽ എന്ന് വെച്ചാൽ എന്താ? വലിയത് അല്ലേ? അല്ലെങ്കിൽ വിശാലമായിട്ടുള്ളത്. വിശാലിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? സിമിത് അല്ലേ? എന്താണ്? സിമിത്. സിമിത് എന്ന് വെച്ചാൽ എന്താ? പരിമിതം. ആസാൻ എന്ന് വെച്ചാൽ എന്താ? എളുപ്പം. ആസാൻ എന്ന് വെച്ചാൽ എന്താ? എളുപ്പം. ആസാന്റെ വിപരീത പദം എന്താണ്? കഠിൻ. എന്താണ് ആസാന്റെ വിപരീത പദം? കഠിൻ. കഠിൻ എന്ന് വെച്ചാൽ എന്താ? ബുദ്ധിമുട്ടുള്ളത്, കഠിനമായിട്ടുള്ളത്. ആസാൻ എന്ന് വെച്ചാൽ എന്താ? എളുപ്പം. കഠിൻ എന്ന് വെച്ചാൽ എന്താ? ബുദ്ധിമുട്ടുള്ളത്. അടുത്ത വേർഡ് നോക്കിക്കേ. ആകാശ്. ആകാശം എന്ന് വെച്ചാൽ എന്താ? ആകാശം. ആകാശത്തിന്റെ വിപരീത പദം എന്താണ്? പാതൽ. എന്താണ്? പാതൽ. എന്താ പാതൽ എന്ന് വെച്ചാ? നരകം. ആകാശത്തിന്റെ വിപരീത പദം എന്താണ്? പാതൽ. ആകാശം എന്ന് വെച്ചാൽ എന്താ? ആകാശം. പാതൽ എന്ന് വെച്ചാൽ എന്താ? നരകം. അടുത്ത് നോക്കിക്കേ. എന്ന് വെച്ചാൽ എന്താ? ഫാസ്റ്റ് ആയിട്ടുള്ളത്, നല്ല വേഗത്തിലുള്ളത് അല്ലേ? തേഴ്സിന്റെ വിപരീത പദം എന്താണ്? മന്ത്. എന്താണ്? മന്ത്. മന്ത് എന്ന് വെച്ചാൽ എന്താ? പതുക്കെ. മന്ത് എന്ന് വെച്ചാൽ എന്താ? പതുക്കെ. തേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഫാസ്റ്റ് അല്ലെങ്കിൽ വേഗം. എന്താണ് തേഴ്സ് എന്ന് വെച്ചാ? വേഗത്തിൽ. എന്നാ അതിന്റെ വിപരീത പദം എന്താണ്? തേഴ്സിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് മന്ത്. എന്ന് വെച്ചാൽ എന്താ? പതുക്കെ. അടുത്ത വേർഡ് നോക്കിക്കേ. ബഡന. ബഡനത്തെ വിപരീത പദം എന്താണ്? ഘടന. ബഡന എന്ന് വെച്ചാൽ എന്താ? വർദ്ധിപ്പിക്കുക. ബഡന എന്ന് വെച്ചാൽ എന്താ? വർദ്ധിപ്പിക്കുക. ഘടന എന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുക. ഘടന എന്ന് വെച്ചാൽ എന്താ?
കുറയ്ക്കുക. ഉൾട്ടെ അർത്ഥഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാ വിപരീത പദങ്ങൾ അല്ലേ? വിശാലിന്റെ വിപരീത പദം എന്താണ്? സിമിത്. എന്താണ്? സിമിത്. ആസാന്റെ വിപരീത പദം എന്താണ്? കഠിൻ. ആസാൻ എന്ന് വെച്ചാൽ എന്താ? എളുപ്പം. കഠിൻ എന്ന് വെച്ചാൽ എന്താ? ബുദ്ധിമുട്ടുള്ള. ആകാശ്. ആകാശിന്റെ വിപരീത പദം എന്താണ്? പാതൽ. ആകാശം എന്ന് വെച്ചാൽ എന്താ? ആകാശം. പാതൽ എന്ന് വെച്ചാൽ എന്താ? നരകം. തേസ്. തേസിന്റെ വിപരീത പദം എന്താണ്? മന്ത്. തേസ് എന്ന് വെച്ചാൽ എന്താ? വേഗം, ഫാസ്റ്റ് ആയിട്ടുള്ളത് അല്ലേ? മന്ത് എന്ന് വെച്ചാൽ എന്താ? പതുക്കെ. ബടന. ബടനാണ് വിപരീത പദം എന്താണ്? ഘടന. ഘടന എന്ന് വെച്ചാൽ എന്താ? വർദ്ധിപ്പിക്കുക. ഘടന എന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുക. ഇനി നമുക്ക് റിക്തസ്ഥാനവും പൂർത്തി കീജിയെ പഠിക്കാം. വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങള് ഫില്ല് ചെയ്യാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മനുഷ്യക വികാസ് ഡാഷ് സേ ഹുവാ. മനുഷ്യന്റെ വികാസം എവിടെ നിന്നായിരുന്നു? മനുഷ്യക വികാസ് ബന്ദർ സേ ഹുവാ. എന്താണ്? ബന്ദർ. എന്താണ് ആൻസർ? ബന്ദർ. മനുഷ്യക വികാസ് ബന്ദർ സേ ഹുവാ. മനുഷ്യന്റെ പരിണാമം എങ്ങനെയായിരുന്നു? കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചത്. എവിടെ നിന്നാണ് പരിണമിച്ചു വന്നത്? കുരങ്ങിൽ നിന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അബ് മനുഷ്യ കാ ധ്യാൻ ഡാഷ് पर गाया. അബ് മനുഷ്യ കാ ധ്യാൻ ഡാഷ് पर गाया. എന്താണ്? അബ് മനുഷ്യ കാ ധ്യാൻ ജൽമാർഗ് पर गाया. അപ്പൊ മനുഷ്യന്റെ ശ്രദ്ധ എങ്ങോട്ട് മാറിയിരിക്കുന്നു? ജലപാതയിലോട്ട് മാറിയിരിക്കുന്നു. അബ് മനുഷ്യ കാ ധ്യാൻ ജൽമാർഗ് पर गाया. എന്താണ്? മനുഷ്യൻ ഇപ്പം ജലപാതയിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എവിടോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ജൽമാർഗ്. थर्ड क्वेश्चन നോക്കിക്കേ. वह डैश तक जाकर बसने लगा. वह डैश तक जाकर बसने लगा. दैट आंसर दूर दूर. वह दूर दूर तक जाकर बसने लगा. वह दूर दूर तक जाकर बसने लगा. എന്താണ്? മനുഷ്യൻ ദൂരെ ദൂരെ ആയിട്ടാണ് താമസിക്കുന്നത്. വഹ് ഡാഷ് തക്ക് ജാക്കർ ബസ്നെ ലഗ. എന്താ? ദൂർ ദൂർ. മനുഷ്യൻ എന്താണ്? ദൂരെ ദൂരെ ആയിട്ടാണ് താമസിക്കുന്നത്. എന്താണ്? ദൂർ ദൂർ. फोर्थ क्वेश्चन देखिए. मनुष्य कम समय में दूर दूर तक की यात्रा डैश से कर रहा है. मनुष्य का कम समय में दूर दूर तक की यात्रा डैश से कर रहा है. दैट आंसर आराम. मनुष्य कम समय में दूर दूर तक की यात्रा आराम से कर रहा है. मनुष्य कम समय में दूर दूर तक की यात्रा आराम से कर रहा है. मनुष्य कम समय में दूर दूर तक की यात्रा आराम से कर रहा है. മനുഷ്യന്റെ എന്താണ്? മനുഷ്യന്റെ യാത്ര ഇപ്പൊ എങ്ങനെയാണ്? മനുഷ്യൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മനുഷ്യൻ ദൂരദേശങ്ങളിലേക്കൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. മനുഷ്യൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദൂരദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. മനുഷ്യ കം സമയം മേം ദൂർ ദൂർ തക് കി യാത്ര ഡാഷ് സേ കർ രഹാ ഹേ. എന്താണ് ആൻസർ? ആരാം. എന്താണ്? ആരാം. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് की आविष्कार की जननी है. എന്താണ് ആൻസർ? ആവശ്യകത ആവിഷ്കാർ की जननी है. എന്താണ്? ആവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ് എന്ന് പറയുന്നത്. ആവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ്. ആവശ്യകത ആവിഷ്കാർ की जननी है. ആവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ്. എന്താണ് ആൻസർ? ആവശ്യകത. എന്താണ്? ആവശ്യകത. എന്താണ്? ആവശ്യകത. ആവശ്യകതയാണ് എന്തിന്റെ മാതാവ് എന്ന് പറയുന്നത്? കണ്ടുപിടുത്തത്തിന്റെ മാതാവ് എന്ന് പറയുന്നത്. എന്താണ്? ആവശ്യകത. निम्नलिखित शब्दों को वाक्यों में प्रयोग कीजिए.
ഇവിടെ 5 വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഈ ഓരോ വാക്ക് ഉപയോഗിച്ച് ഓരോ സെന്റൻസ് ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കുന്ന പഠിക്കാം. ഫസ്റ്റ് വേർഡ് നോക്കിക്കേ, വിധാത്ത. വിധാത്ത എങ്ങനെ ഒരു വാക്യമാക്കാം, ഒരു സെന്റൻസ് ആക്കാം? വിധാത്ത शुरू शुरू में पक्षियों को गाकर मनुष्य अपना जीवन बिताता था. शुरू शुरू में पक्षियों को गाकर मनुष्य अपना जीवन बिताता. शुरू शुरू में पक्षियों को गाकर मनुष्य अपना जीवन बिताता था. ആദ്യം മനുഷ്യൻ എന്തായിരുന്നു? മൃഗങ്ങളെയും അതുപോലെ പക്ഷികളെയൊക്കെ ഭക്ഷിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത്. ശുരു ശുരുമേ പക്ഷിയോ കോ ഗാക്കർ മനുഷ്യ അപ്പന ജീവൻ വിധാത്ത. ആദ്യം മനുഷ്യൻ മൃഗങ്ങളെ പക്ഷികളെയൊക്കെ ഭക്ഷിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. സെക്കൻഡ് വേർഡ് നോക്കിക്കേ, പരിവർത്തൻ. എങ്ങനെ പരിവർത്തൻ എന്ന് പറഞ്ഞൊരു വേർഡിനെ ഒരു സെന്റൻസിലാക്കാം? പരിവർത്തൻ. जब आग का पाता लगाया तब से मनुष्य के जीवन में परिवर्तन आने लगे. തീ കണ്ടെത്തിയോടു കൂടിയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. ജബ് ആഗ് കാ പാത്താ ലഗായ തബ് സേ മനുഷ്യ കെ ജീവൻ മേ പരിവർത്തൻ ആനെ ലഗെ. തീ കണ്ടുപിടിച്ചതോടുകൂടിയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അടുത്ത വേർഡ് നോക്കിക്കേ, വിശാൽ. എങ്ങനെ ഇത് നമുക്കൊരു സെന്റൻസ് ആക്കി വിശാൽ എന്ന് പറയുന്ന ഒരു വേർഡിനെ? മനുഷ്യ के जीवन क्षेत्र में विशाल होने लगा. मनुष्य के जीवन क्षेत्र में विशाल होने लगा. മനുഷ്യന്റെ ജീവിത മേഖല എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം വിശാലമായിരിക്കുന്നു. മനുഷ്യ के जीवन क्षेत्र में विशाल होने लगा. മനുഷ്യന്റെ ജീവിത മേഖല ഇപ്പൊ വിശാലമായിരിക്കുന്നു. അടുത്ത വേർഡ് നോക്കിക്കേ, ക്രാന്തി മച്ച് ജാന. എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം? पहिए को बनाने के बाद यात्रा की गति में क्रांति ही मच गई. पहिए को बनाने के बाद यात्रा की गति में क्रांति ही मच गई. पहिए को बनाने के बाद यात्रा की गति में क्रांति ही मच गई. ചക്രം ഉണ്ടാക്കിയ ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം യാത്രയുടെ വേഗതയിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടായി. पहिए को बनाने के बाद यात्रा की गति में क्रांति ही मच गई. ചക്രം ഉണ്ടാക്കിയ ശേഷം യാത്രയുടെ വേഗതയിൽ ഒരു വിപ്ലവം തന്നെ സംഭവിച്ചു. അടുത്ത വേർഡ് നോക്കിക്കേ, സാധൻ. എങ്ങനെ ഒരു സെന്റൻസ്? नाव जहाज आदि साधनों से मनुष्य ने जल यात्रा को सुगम बना लिए. नाव जहाज आदि साधनों से मनुष्य ने जल यात्रा को सुगम बना लिया. ബോട്ടുകളും കപ്പലും ഒക്കെ ഉണ്ടാക്കിയ ശേഷം അതിനുശേഷം മനുഷ്യൻ യാത്ര വളരെയധികം എളുപ്പമാക്കി. नाव जहाज आदि साधनों से मनुष्य ने जल यात्रा को सुगम बन लिया. ബോട്ടുകളും കപ്പലും ഒക്കെ ഉണ്ടാക്കിയതിനോടുകൂടി മനുഷ്യൻ അതിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ബോട്ടുകളും കപ്പലുകളും തുടങ്ങിയവയിലൂടെ ഉള്ള യാത്ര മനുഷ്യന്റെ ജലയാത്ര വളരെ എളുപ്പമുള്ളതാക്കി മാറ്റി. കപ്പലും ബോട്ടും ഒക്കെ ഉപയോഗിച്ച് മനുഷ്യൻ ജലയാത്ര തുടങ്ങിയത് മനുഷ്യന് ജലയാത്ര വളരെയധികം എളുപ്പമുള്ളതാക്കി മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, निम्नलिखित प्रश्नों को उत्तर एक या दो वाक्यों में दीजिए. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, पहले मनुष्य किस तरह जीवन बिताया. पहले मनुष्य किस तरह जीवन बिताया. മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു? शूर शूर में पक्षियों को गाकर मनुष्य अपने जीवन बिताता था. शूरू शूरू में पक्षियों को गाकर मनुष्य अपने जीवन बिताता था. ആദ്യം മനുഷ്യൻ മൃഗങ്ങളെയോ അതുപോലെ പക്ഷികളെയോ ഒക്കെയായിരുന്നു ഭക്ഷിച്ചിരുന്നത്. सेकंड क्वेश्चन നോക്കിക്കേ, आदमी किसके लिए यात्रा करनी पड़ी. आदमी किसके लिए यात्रा करनी पड़ी. എന്തിനാണ് മനുഷ്യൻ യാത്ര ചെയ്തത്? आदमी अपनी आवश्यकताओं की पूर्ति के लिए एक जगह से दूसरी जगह यात्रा करनी पड़ी. आदमी अपनी आवश्यकताओं की पूर्ति के लिए एक जगह से दूसरी जगह यात्रा करनी पड़ी.
എന്താണ്? മനുഷ്യൻ തന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തത്. आदमी अपने आवश्यकताओं की पूर्ति के लिए एक जगह से दूसरी जगह यात्रा करनी पड़ी. എന്താണ്? മനുഷ്യൻ തന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. पहले मनुष्य यात्रा को बढ़ने के में क्या करने लगा? पहले मनुष्य यात्रा को बढ़ने में क्या करने लगा? എന്താണ്? മനുഷ്യൻ എന്തിനായിരുന്നു യാത്രയുടെ വേഗത കൂട്ടിയത്? എന്താണ് മനുഷ്യൻ യാത്രയുടെ വേഗത കൂട്ടാൻ ചെയ്തത്? പഹലെ മനുഷ്യൻ യാത്ര को बढ़ने में क्या करने लगा? മനുഷ്യൻ യാത്രയുടെ വേഗത കൂട്ടാനായിട്ട് എന്താ ചെയ്തത്? यात्रा की गति को बढ़ने के लिए तेज दौड़ने वाले जानवरों पर वह सवार होने लगा. यात्रा की गति को बढ़ने के लिए तेज दौड़ने वाले जानवरों पर वह सवार होने लगा. यात्रा की गति को बढ़ने के लिए तेज दौड़ने वाले जानवरों पर वह सवार होने लगा. എന്താണ്? മനുഷ്യൻ എന്ത് ചെയ്ത്? യാത്രയുടെ വേഗത കൂട്ടാനായിട്ട്, യാത്ര വളരെ വേഗത്തിൽ നടത്താൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? മനുഷ്യൻ അവൻ ഓടുന്ന മൃഗങ്ങളിൽ സവാരി തുടങ്ങി. यात्रा की गति को बढ़ने के लिए तेज दौड़ने वाली जानवरों पर वह सवार होने लगा. യാത്രയുടെ വേഗത കൂട്ടാനായിട്ട് മനുഷ്യൻ എന്ത് ചെയ്ത്? ഓടുന്ന മൃഗങ്ങളിൽ അതിവേഗം ഓടുന്ന മൃഗങ്ങളിൽ സവാരി തുടങ്ങി, യാത്ര ചെയ്യാൻ തുടങ്ങി. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദൽ യാത്ര കബ് ആസാൻ ബനി? ദൽ യാത്ര കബ് ആസാൻ ബനി? എങ്ങനെയാണ് കരമാർഗമുള്ള യാത്ര എളുപ്പമുള്ളതായി മാറിയത്? എങ്ങനെയാണ്? साइकिल, मोटर कार, रेलगाड़ी आदि बनाकर आदमी ने दल यात्रा को आसान और तेज बना लिए. साइकिल, मोटर कार, रेलगाड़ी आदि बनाकर आदमी ने दल यात्रा को आसान और तेज बना लिए. साइकिल, मोटर कार, रेलगाड़ी आदि बनाकर आदमी ने दल यात्रा को आसान और तेज बना लिए. സൈക്കിള്, മോട്ടോർ കാർ, അതുപോലെ എന്താണ് ട്രെയിൻ തുടങ്ങിയവയൊക്കെ നിർമ്മിച്ച് മനുഷ്യൻ എന്താണ് കരയിലൂടെയുള്ള യാത്ര എളുപ്പമുള്ളതാക്കി മാറ്റി. സൈക്കിൾ, മോട്ടോർ കാർ, रेलगाड़ी आदि बनाकर आदमी ने दल यात्रा को आसान और तेज बना लिए. സൈക്കിള്, മോട്ടോർ കാർ, ട്രെയിൻ തുടങ്ങിയവയൊക്കെ നിർമ്മിച്ചുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്ത്? കരയിലൂടെയുള്ള യാത്ര എളുപ്പമുള്ളതാക്കി മാറ്റി. फिफ्थ क्वेश्चन നോക്കിക്കേ. दल यात्रा का साधन क्या है? दल आंसर साइकिल, मोटर कार, रेलगाड़ी आदि दल यात्रा का साधन है. കരമാർഗമുള്ള യാത്രകൾ ഏതൊക്കെയാണ്? സൈക്കിൾ, മോട്ടോർ കാർ, रेलगाड़ी आदि दल यात्रा का साधन है. साइकिल, मोटर कार, रेलगाड़ी आदि दल यात्रा का साधन है. സൈക്കിള്, മോട്ടോർ കാറ്, ട്രെയിൻ തുടങ്ങിയവയാണ് കരയിലൂടെയുള്ള എന്താണ് യാത്രാ മാർഗങ്ങൾ. എന്താണ്? സൈക്കിള്, മോട്ടോർ കാർ, ട്രെയിൻ തുടങ്ങിയവയാണ് ഇത് കരയിലൂടെയുള്ള യാത്രാ മാർഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. निम्नलिखित प्रश्नों के उत्तर 5 वाक्यों में दीजिए. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന് 5 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. जल यात्रा के लिए मनुष्य ने कौन कौन से साधन बनाए? जल यात्रा के लिए मनुष्य ने कौन कौन से साधन बनाए? എന്താണ്? മനുഷ്യൻ എങ്ങനെയാണ് ഈ ജലയാത്ര, ജലപാതയിലൂടെ യാത്ര എങ്ങനെയൊക്കെയാണ് സാധ്യമാക്കിയത്? എങ്ങനെയാണ്? അപ്പൊ മനുഷ്യക്ക് ധ്യാൻ ജൽമാർഗ് പർ ഗായ. എന്നാണ് ഇപ്പം മനുഷ്യന്റെ ശ്രദ്ധ എന്താണ് ജലപാതയിലോട്ട് മാറിയിരിക്കുന്നു. അപ്പൊ മനുഷ്യക്ക ജൽമാർഗ് പർ ഗയ. എന്താണ്? മനുഷ്യന്റെ ശ്രദ്ധ ഇപ്പം ജലപാതയിലോട്ട് മാറിയിരിക്കുന്നു. उसने पानी में तैरने वाली लकड़ियों को देखकर नाव बनाई. മനുഷ്യൻ എന്ത് കണ്ടു? വിറകുകൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന മനുഷ്യൻ കണ്ടു. फिर धीरे धीरे जहाज बनाए. इन साधनों से मनुष्य ने जल यात्रा का सुगम बन लिया. ഇതാണ് ഇങ്ങനെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ മനുഷ്യൻ അത് വെച്ച് വള്ളം ഉണ്ടാക്കി ഈ കപ്പൽ ഉപയോഗിച്ച് മനുഷ്യന്റെ ജലയാത്ര എന്താണ് വളരെ എളുപ്പത്തിലുള്ളതാക്കി മാറ്റി.
अब मनुष्य का ध्यान जल मार्ग पर गया, अपने पानी में तैरने वाली लकड़ियों को देखकर नाव बनाई, फिर धीरे धीरे जहाज बनाया। इन साधनों से मनुष्य ने जल यात्रा को सुगम बन लिया. ഇതാണ് ഇപ്പൊ മനുഷ്യന്റെ ശ്രദ്ധ ജലപാതയിലോട്ട് ഇങ്ങനെ മാറി. മനുഷ്യൻ എന്ത് ചെയ്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന തടികൾ കാണുകയും അത് ഉപയോഗിച്ച് വെള്ളം നിർമ്മിച്ചു. അങ്ങനെ ജലപാത എന്താക്കി? മനുഷ്യന് എളുപ്പമുള്ളതാക്കി മാറ്റി. അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? ആ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പഠിക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഇതില് 5 വാക്യത്തിൽ പഠിക്കാനുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കണ്ട. അപ്പം ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട്സ് നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്തതാണ്. ഒപ്പം എല്ലാവരും പഠിച്ചത് ടീച്ചറിന് വോയിസും ഇട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.